ട്രെയിലർ ടൈമിലേക്ക് സ്വാഗതം. വിനീത് ശ്രീനിവാസൻ നായകനായി എത്തിയ റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് ഒരു ജാതി ജാതകം. സാർ നോക്കുന്നത് ഒരു 22 മുതൽ 29 വരെയുള്ള കുട്ടികളെയാണ്. അത് മാറ്റി ഒരു 30-35 ആക്കുകയാണെങ്കിൽ അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിന് ശേഷം എം മോഹനൻ, വിനീത് ശ്രീനിവാസൻ, നിഖില വിമൽ കൂട്ടുകെട്ടിൽ വന്ന ചിത്രമാണ് ഒരു ജാതി ജാതകം. കല്യാണം ജീവിത ലക്ഷ്യമാക്കി നടക്കുന്ന ജയേഷ് എന്ന 38-കാരന്റെ കഥയാണ് ചിത്രത്തിലൂടെ പറയുന്നത്. എം മോഹനന്റെ ആദ്യ മുഴുനീള കോമഡി ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് രാകേഷ് മണ്ടോടിയാണ്. 8 നായികമാരുള്ള ചിത്രത്തിൽ ബാബു ആന്റണിയും രസകരമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഒപ്പം നിർമ്മൽ പാലാഴി, പി കുഞ്ഞിക്കണ്ണൻ, മൃദുൽ നായർ, സയനോര തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളാകുന്നു. അച്ഛന്റെ 16 ഇന്ത്യ കല്യാണം ഞാൻ ഒന്നിച്ചേർത്തുക. വർണ്ണചിത്രയുടെ ബാനറിൽ മഹാസുബേറാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. എം മോഹനന്റെ ചിത്രങ്ങളിലെ സ്ഥിരം ചേരുവകളായ സ്നേഹവും നന്മയും തമാശയുമെല്ലാം ഈ ചിത്രത്തിലും കാണാം. വിശ്വജിത്ത് ഒടുക്കത്തിലിന്റേതാണ് ഛായാഗ്രഹണം. മനു മഞ്ജിത്ത്, ഗുണ ബാലസുബ്രഹ്മണ്യം ടീമാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയത്. കല്യാണ പ്രായത്തിൽ ആണുങ്ങൾ തിന്നുന്ന ഈന്തപ്പഴ ജാതിപത്രിലേഹ്യം. മാത്യു തോമസ്, അർജുൻ അശോകൻ എന്നിവർ നായകന്മാരായി എത്തുന്ന പുതിയ ചിത്രമാണ് ബ്രൊമാൻസ്. ജോ ആൻഡ് ജോ, ജേണി ഓഫ് ലവ് 18 എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബ്രൊമാൻസ്. മഹിമ നമ്പ്യാർ നായികയായെത്തുന്ന ചിത്രത്തിൽ സംഗീത പ്രതാപും പ്രധാന കഥാപാത്രമായി എത്തുന്നു. ഒപ്പം കലാഭവൻ ഷാജോൺ, ശ്യാം ആദി തുടങ്ങി വലിയൊരു താരനിര അണിനിരക്കുന്നു. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് ബ്രൊമാൻസ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ജീവിതവും അവരുടെ സൗഹൃദവും ചുറ്റിപ്പറ്റിയുള്ള ഒരു കോമഡി എന്റർടൈനർ ചിത്രമാണ് ബ്രൊമാൻസ്. അരുൺ ഡി ജോസിനൊപ്പം റഫീഷ് നാഥ്, തോമസ് പി സെബാസ്റ്റ്യൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥയൊരുക്കുന്നത്. അഖിൽ ജോർജ് ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഗോവിന്ദ് വസന്ത. ബേസിൽ ജോസഫ് നായകനായി എത്തിയ പൊന്മാന് തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം. ബേസിൽ ജോസഫിനെ നായകനാക്കി നവാഗതനായ ജ്യോതിഷ് ശങ്കർ ഒരുക്കിയ പൊന്മാൻ എന്ന ചിത്രം ഗംഭീര പ്രേക്ഷക നിരൂപക പ്രശംസ നേടി നിറഞ്ഞ സദസ്സുകളിൽ മുന്നേറുന്നു. ബേസിൽ ജോസഫിനൊപ്പം സജിൻ ഗോപു, ലിജോമോൾ ജോസ്, ആനന്ദ് മന്മഥൻ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു. GR ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കി ഒരുക്കിയ ഈ ചിത്രത്തിന് തിരക്കഥ രചിച്ചത് GR ഇന്ദുഗോപൻ, ജസ്റ്റിൻ മാത്യു എന്നിവർ ചേർന്നാണ്. ഒരു യഥാർത്ഥ സംഭവ കഥയെ ആസ്പദമാക്കിയാണ് ഈ കഥ ഒരുക്കിയിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത്താണ് പൊന്മാൻ നിർമ്മിച്ചത്. അജേഷ് എന്ന നായക കഥാപാത്രമായി ബേസിൽ വേഷമിട്ടപ്പോൾ മരിയൻ എന്ന നെഗറ്റീവ് കഥാപാത്രമായാണ് സജിൻ ഗോപു വേഷമിട്ടത്. പ്രേക്ഷകർ ബേസിലിനെയും സജിനെയും ഇതുവരെ കണ്ടു ശീലിച്ചിട്ടുള്ള കഥാപാത്രങ്ങളുടെ എല്ലാം വാർപ്പ് മാതൃകകളെ തച്ചുടയ്ക്കുന്ന രീതിയിലാണ് ഇരുവരെയും ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അത്ര വ്യത്യസ്തവും ഗംഭീരവുമായാണ് ഇരുവരും ഈ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നിരിക്കുന്നതും. ദീപക് പറമ്പോൾ, രാജേഷ് ശർമ്മ, സന്ധ്യ രാജേന്ദ്രൻ, ജയാക്കുറുപ്പ്, റിജു ശിവദാസ്, ലക്ഷ്മി സഞ്ജു തുടങ്ങി വലിയൊരു താരനിര ചിത്രത്തിലുണ്ട്. സാനു ജോൺ ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ സംഗീതമൊരുക്കിയത് ജസ്റ്റിൻ വർഗീസ്. ഞാൻ ഇവിടെ വന്നിരിക്കേണ്ട കാര്യമുണ്ടോ? അതില്ല. 100 രൂപയ്ക്ക് ചാള കിട്ടും, നെമ്മീൻ കിട്ടോടെ. ട്രെയിലർ ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.